ചാനൽ. അപ്പോൾ പിന്നെ സെന്നല്ല സിവിക്കാണ്, ഷെയ്ൻ ഷെഡ് അനിയനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിവിക്കിൻ്റെ കുറച്ച് വർക്ക് പെൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വേസ് പെട്ടെന്ന് എൻ്റെ കംപ്രസർ പെട്ടെന്ന് എടുക്കുന്നില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിച്ചേട്ടാണ് വന്നത് കേട്ടോ. ഈ വണ്ടി പെയിൻറ്റിങ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ വണ്ടി സെയിലിനുണ്ട്, ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പെയിൻറ്റിങ് ഇപ്പോൾ ഇതിൻ്റെ പാച്ച് വർക്ക് കഴിഞ്ഞു, പെയിൻറ്റിങ് ഇട്ടതിന് ശേഷം പെയിൻറ്റിങ് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വണ്ടി സെയിലിൽ കൊടുക്കുള്ളൂ. ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. സിവിക്കാണ് ഇത്. എത്ര ഏത് മോഡലിലാണ്? 2007 മോഡൽ ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, 2007 മോഡലാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,80,000 രൂപയാണ്. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ്. വൈറ്റ് കളർ സിവിക്കിൻ്റെ പെയിൻറ്റിങ് ഈ പറഞ്ഞ പോലെ കുറച്ച് പുട്ടി വർക്കൊക്കെ കഴിഞ്ഞു, പാച്ച് വർക്കൊക്കെ കഴിഞ്ഞു, പ്രൈമറൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. ഇനി പെയിൻറ്റിങ് ഉണ്ട് ബാക്കി. AC വർക്ക് എല്ലാം കഴിഞ്ഞ് കൊണ്ട് പെയിൻറ്റിങ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ AC വർക്ക് കൊണ്ടുവന്നത്. വിളിച്ചേട്ടന് സാധനം എടുക്കും, വിളിച്ചേട്ടൻ നോക്കി വെച്ചിരിക്കും. ഞങ്ങൾ പോയി ജസ്റ്റ് അതിൻ്റെ കുറച്ച് 2 സാധനങ്ങൾക്ക് സ്ക്രാപ്പിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. അപ്പോൾ ഫോണിലേക്ക് സ്ക്രാപ്പുണ്ട്. അപ്പോൾ ഞാനും കൂടെ പോയി സ്ക്രാപ്പിൽ ചെറിയ സാധനങ്ങൾ, ഈ ഡിസ്റ്റിക്കിൻ്റെ ചെറിയൊരു ബോട്ടിലുണ്ട്, അത് മാറണം. പിന്നെ 2 ഇലക്ട്രിക്സിലുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്ക്രാപ്പിൽ അവിടെ എന്തെങ്കിലും ശരി കിടപ്പുണ്ട്. ഫ്യൂസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടി പോകാൻ. അപ്പോൾ നേരെ സ്ക്രാപ്പിലോട്ടാണ് പോണത്. ബാക്കി സ്ക്രാപ്പിലോട്ടാണ്. അപ്പോൾ ഇന്നുള്ളത് ഞങ്ങളുടെ വീടിനടുത്തുള്ള നെട്രച്ചറുള്ള സ്ക്രാപ്പിലാണ്. വേറെ സ്ക്രാപ്പാണ്, നമ്മൾ ഇതുവരെ കാണിച്ച സ്ക്രാപ്പല്ല. അവിടെ ഒരു എസ്റ്റീം 2 കിടപ്പുണ്ട് കേട്ടോ. അതിൽ ഇത് കാർബറേറ്റർ ആണെന്ന് തോന്നുന്നു. അല്ല, FI ആണ് കേട്ടോ. 1.3 FI ആണ് കേട്ടോ. 2 എസ്റ്റീം ഇവിടെ കിടപ്പുണ്ട്. എഞ്ചിനോ ക്ലച്ചോ അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിരിക്കാൻ. നിങ്ങൾ ജസ്റ്റ് അവരെ മെസ്സേജ് ഇട്ടാൽ മതി. ഇത് അത്യാവശ്യം കുറച്ച് ഇടിച്ച വണ്ടിയാണെന്ന് തോന്നുന്നു ഈ വണ്ടി. പക്ഷേ ഇത് നീറ്റ് വണ്ടി കേട്ടോ. നല്ല എഞ്ചിൻ കേട്ടോ. ഇൻറ്റീരിയറൊന്നും വല്ലാതെ പൊളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാ പാർട്സും ഉണ്ട്. എസ്റ്റീമിൻ്റെ പാർട്സ്, എസ്റ്റീമിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ കൊടുത്താൽ നല്ല ഡോർ പാർട്സ്, ലോക്ക്, 4-ന്റെ പവർ വിൻഡോ എല്ലാം ഉള്ള വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ പാർട്സും ഒരു സെയിലുണ്ടെന്നാണ് പറഞ്ഞത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. എഞ്ചിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഞ്ചിനാണ് കേട്ടോ. വേണ്ട, അത്യാവശ്യം നല്ല എഞ്ചിനാണ്. ഇവരെ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ലാൻസർ ഒരു 3-4 ഉണ്ട്. ഒക്ടോവിയ TDA ഉണ്ട്. പിന്നെ ലാൻസർ തന്നെ കൂടെ ഉള്ള പിന്നെ ഒരു സിറ്റി കൊടുക്കുക അടിക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. ആ സിറ്റി അതിന് ഞാൻ ഡീറ്റെയിൽസ് പറയാം. നമുക്ക് അതിൻ്റെ വണ്ടിയുടെ ഡിസ്ട്രിക്റ്റ് ഒന്ന് നോക്കാണ്ട് സിവിക്കിൻ്റെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സെന്നും ഉണ്ട്. അവിടെ കിട്ടിയാ ഇല്ല. അത്യാവശ്യം ലാൻസർ, സ്കോഡ, പിന്നെ ഇപ്പം എസ്റ്റീം നല്ല കണ്ടീഷനിലൊരു വണ്ടി കിടപ്പുണ്ട് കേട്ടോ. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തവരെ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വണ്ടി VX ആണ്. ആണ്ടോ കാലിപ്പറൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. കാലിപ്പർ, എഞ്ചിൻ ലാൻസറുണ്ട്, ബീറ്റുണ്ട്. ഞാൻ എൻ്റെ താറിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് സീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവർ സെയിൽ ബുക്കുള്ള വണ്ടികൾക്ക് ഇവരുണ്ട്. ഇതൊക്കെ ബുക്കുള്ള വണ്ടികളാണ്. ഈ വണ്ടി, ആ വണ്ടി ബുക്കുള്ള വണ്ടികളാണ്. ഇത് ഈ വണ്ടി, ഇത് ഫിയറ്റ്, ഇതെല്ലാം ബുക്കുള്ള വണ്ടികളാണ്. അവർ സെയിലിനാണ് പൊളിക്കുക അടിക്കുന്നത് സെയിലിന് വേണ്ടിയിട്ട്. ഇതൊക്കെ കൊടുക്കടിക്കുന്ന വണ്ടിയല്ലേ, പേപ്പറുള്ള വണ്ടികളല്ലേ? ഇത് ആ വണ്ടിക്ക് പേപ്പർ ഉണ്ടല്ലോ. ഇതൊക്കെ എത്ര ആമ ചോദ്യം? ഈ വണ്ടി എത്ര ചോദ്യം? ഇത് ഡീസലോ പെട്രോൾ അല്ലേ? 180 അല്ലേ? ഇത് ഒരു ഫിയസ്റ്റ ഡീസൽ കൊടുക്കാണ്ട്. ഈ ഫിയസ്റ്റ ഡീസൽ സെയിലിനുള്ള വണ്ടിയാണ് കേട്ടോ. പേപ്പറുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ പെട്രോൾ VXI ഫുൾ ഓപ്ഷനാണ് കേട്ടോ. അത് ആലോചിച്ചുള്ള വണ്ടി. അത് അന്ന് വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുണ്ട്. ഈ ഇൻഡിക്ക സെയിലിനുണ്ട്. അതുപോലെ തന്നെ ഈ ഹോണ്ട സിറ്റി ഉണ്ട്. ഇതെല്ലാം പേപ്പറുള്ള വണ്ടികളാണ് കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം. നല്ല വില കുറച്ച് കിട്ടും കേട്ടോ. അത്യാവശ്യം 2 രൂപയ്ക്കകത്ത് ഈ വണ്ടികളെല്ലാം കിട്ടും. അത് മാത്രമല്ല സ്വിഫ്റ്റ് ഫുൾ ഓപ്ഷനാണ്. ഫിയസ്റ്റ ഫുൾ ഓപ്ഷനാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് ഇവിടെ ഒന്ന് ഓടിച്ചു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വില പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. ഈ ഹോണ്ട സിറ്റി കൊടുക്കുന്നത് പെട്രോൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് പെട്രോൾ ഐറ്റം വന്നിട്ടുണ്ടേ. വേറൊരു ആവശ്യമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കലേശ്വരനെ അങ്ങോട്ടൊന്ന് പോവുകയാണ്. മറ്റേ അസ്ലം, നമ്മളെ ബ്ലിസ്റ്റിൻ്റെ എക്സോസ് ചെയ്തില്ലേ, പക്ഷേ സസ്പെൻഷൻ ഓയിൽ ഹൗസ് ചെയ്തില്ല, അവിടെ എക്സോസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഫുൾ സിസ്റ്റം എടുത്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി കലേഷനെ കൊണ്ട് പോവാണ്. എന്നെ പിക്ക് ചെയ്യാൻ ഷഹാൻ വന്നു. ഇങ്ങനെ റൈറ്റ് നമ്പർ സീറ്റില്ല വെച്ചാൽ നമ്മളെ കൂടെ മൈക്ക് ടെസ്റ്റിംഗ് ഷഹാൻ. ഞങ്ങൾ കലേഷൻ്റെ അവിടെ എത്തി കേട്ടോ. കലേഷൻ്റെ വർക്കൊന്നുമില്ല. ആരും മാത്രമല്ല. ആരും വണ്ടിക്കകത്തിരുന്ന് ഫോം വെച്ചോണ്ടിരിക്കുന്നുണ്ടാ ഇറങ്ങാ വിളിയില്. അപ്പോൾ അസ്ലം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ ഏകദേശം ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ബാക്കിലാണ് ഇപ്പോൾ എത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ വന്നതിന് ശേഷം ബാക്കി ഇനി കാണിച്ചു തരാം. അങ്ങനെ വണ്ടി ജാഗിൽ കയറ്റിട്ടുണ്ട്. 4 ജാഗിൽ കയറ്റി വണ്ടി ഹൈറ്റിൽ നിർത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഹെഡറൊക്കെ ഒന്ന് തണുക്കണം. എന്നാലേ അവർക്ക് കൈ കയറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓടി വന്നുകൊണ്ട് നല്ല ചൂടുണ്ട്. പൊള്ളിയാ ചൂടുണ്ട് നല്ല ചൂടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. ഓട്ടോമാറ്റിക്കിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇപ്പോൾ നമ്മൾ സെന്നിനും സ്റ്റെയിൻലെസ് സ്റ്റീൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ള മെസ്സേജ് ഏകദേശം 28 രൂപ 29 രൂപ റേറ്റ് വരുന്ന കറക്റ്റ് അറിയില്ല. ഞാൻ അത് അന്വേഷിച്ചിട്ട് പറയാം. താല്പര്യമുള്ളത് പറഞ്ഞാൽ കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കിൻ്റെ ഫുൾ സിസ്റ്റം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പക്ഷേ അതിനെ കസ്റ്റം ചെയ്ത് റെസിനേറ്റർ മാറ്റി കളർ സിസ്റ്റം വേണ്ടി ചെയ്യാം. എക്സ്പ്രസ് ഇളക്കി തുടങ്ങി. ഹെഡർ ഇളക്കി തുടങ്ങിയില്ല ലേശം. ബാക്കി അടിയിലത്തെ പൈപ്പ് ചെറുക്ക അടിയിലുണ്ട്. അതോടെ ഉണ്ട്. അരുന്ന് പോയിക്കണം. അരി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ബാക്കി പൈപ്പെല്ലാം ഇളക്കി. ഇനി ഹെഡും കൂടെ ഇളക്കിയത് കേട്ടോ. ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫുൾ സിസ്റ്റം വയ്ക്കാം സിറ്റിയിൽ. ഡബിൾ ഓക്കെ ഫുൾ ചെലവ് ആശികണന്റെ ചെലവില് നമ്മൾ ഫുൾ എക്സോസ്റ്റ് എല്ലാവർക്കും. നമ്മളിവിടെ നെസിന്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി ആശികണ പൈസ ഇരുന്നതാണ്. അതെ അതെ, എല്ലാം എന്റെ ചെലവിൽ തന്നെ. പണക്കാരെ യൂട്യൂബിന്റെ പൈസ വന്ന് മറിയണ കയ്യും കണക്കും കോടികളാണ്. രണ്ടാമത് അക്കൗണ്ട് ജെസിമണ് ഓപ്പൺ ചെയ്ത് ഇതിൽ നിന്ന് അറിഞ്ഞിട്ട് അപ്പുറത്തോട്ട് എടുക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു പറഞ്ഞല്ല കളർ ചട്ടിയില് അത് മാറാനുള്ള പൈസ പോലും ഇല്ല. എന്റെ വണ്ടിക്ക് എന്നോടെ ഫാൻസ്. പക്ഷേ പച്ചക്കളർ സിറ്റി നമ്മൾ സെറ്റാക്കാം. നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. നീ വൈകിട്ട് 3:30 വണ്ടി എടുത്തോണ്ട് ആളുണ്ട്. കോളേജ് ഭാഗത്ത് കിടന്ന് കറങ്ങും. കോളേജ് മണിക്ക് ഞാൻ ജോലിക്ക് കയറും. 3 മണിക്ക് ഞാൻ ജോലി കയറും വൈകിട്ട്. ഒരു സാമ്പത്തികമായ ഒരു ഇതിന് വേണ്ടി നമ്മൾ നമ്മളൊരു ബ്ലൂ സിന് പാവം വയ്യാതെ അടക്കുകയാണ്. അപ്പോൾ അതിന് QR കോഡ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കാം. നിങ്ങളെ സഹായിക്കണം. പാവപ്പെട്ടവരാണ്. എൻജിൻ മൊത്തം പോയിരിക്കുകയാണ്. പാവമാണ്. നിങ്ങളെ സഹായിക്കണം. എന്നാൽ ഉടനെ നമ്മൾ റാലി എഡിഷനായി ആൾ ചുള്ളനായിട്ട് വരും. 10 രൂപ 10 രൂപ. എൻ്റെ റാലി ഞാൻ 1.3 ഷോപ്പ് ചെയ്യണം. ഞാൻ അതാണ് പ്ലാൻ. വണ്ടി എടുത്തിട്ട് പണി തുടങ്ങുമ്പോൾ എഞ്ചിൻ കൊണ്ട് കലേഷനോടെ കൊണ്ടുവന്ന് നൈസിന് മാറ്റി വയ്ക്കും. എഞ്ചിൻ ക്ലച്ചിലൂടെ എന്നിട്ട് റാലിക്ക് ഇറക്കാം.
എന്തിന് ഇല്ല പേപ്പറിലുണ്ട് ഞാൻ ഓടിപ്പോ അല്ല വൈബ് വേണ്ടേ ലോറി എടുക്കാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇവിടെ ബാബ്സിന്റെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് അതിൽ നമ്മൾ ഇറക്കുന്നു വൈബ് എന്ത് നടക്കാത്ത സ്വപ്നം വണ്ടിന്റെ ഇന്റീരിയർ കാണിച്ച ഫുൾ റെഡ് ഡാർക്ക് ആൻഡ് റെഡ് കൊള്ളാല്ലേ രണ്ട് ഓട്ടോ സെൻസർ വരും രണ്ട് കലക്ഷൻ്റെ മാറ്റി ഇതിലോട്ട് തെക്കാൻ പോകുന്ന ഹെഡിലോട്ട് മാറ്റിയാണ് അത് ഇളക്കി അടി കൂടെ കയറാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു തിരിച്ചിങ്ങോട്ടാക്കി ഇങ്ങോട്ട് പ്ലേ ആക്കി ഓക്കെ ഓക്കെ അപ്പോൾ ബുഷ് വാങ്ങണം കേട്ടോ ബുഷ് കയറിയിരിക്കാൻ അപ്പോൾ ഇനി ഇത് മേടിക്കണം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ മേടിക്കാൻ പോകാനുള്ള പ്ലാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വെച്ച് നോക്കിക്കൊണ്ടിരിക്കണം എത്ര ബുഷ് മേടിക്കേണ്ടി ഒരു ബുഷ് എന്തായാലും പോയി ബാക്കി ബുഷ് നോക്കിയിട്ട് എത്ര എണ്ണം മേടിക്കുന്നത് വെച്ചാൽ മേടിക്കാം റബ്ബർ ബുഷ് ഉണ്ടല്ലോ കുറച്ചൊക്കെ സ്പെയർ മേടിക്കാണ്ടായിരുന്നു മേടിക്കുകയാണ് ഈ റബ്ബർ പുതിയത് മേടിച്ചാൽ മറ്റേ പഴയ കയറിയിരുന്ന പുതിയ മേടിച്ചു പിന്നെ നട്ട് മോട്ട് തന്നെ പുതിയ മേടിക്കാണ്ടായിരുന്നു കേട്ടോ അത് മേടിച്ചു പിന്നെ മറ്റേ സ്പാർക്ക് പ്ലഗ് പോയിരുന്നു ഫ്രഞ്ചിക്ക് ഇടാൻ സ്പാർക്ക് പ്ലഗ് മേടിച്ചു ഞാൻ പുതിയ സ്പാർക്ക് പ്ലഗ് മേടിച്ചു ബാക്കി നെട്ടും പോട്ടും കാര്യങ്ങളെല്ലാം മേടിച്ചു ഇനി സാധനം സെറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഇതാണ് പരിപാടി സമയം ഏകദേശം 5:59 6 മണിയായിട്ട് ഏകദേശം ഇനി വേറെ ഒന്നുമില്ല ഹെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ബാക്കി ഇനി പൈപ്പ് എല്ലാം കൂടെ കൊടുത്ത് വിട്ടാൽ മതി ഈ ബോൾട്ടിനൊക്കെ കൂടെ കുറച്ച് വാങ്ങിക്കേണ്ടായിരുന്നു വാഷറൊക്കെ വാങ്ങിക്കേണ്ടതെല്ലാം മേടിച്ചു ഇത് സെറ്റ് ചെയ്ത് വിട്ടാൽ മതി ബാക്കി പരിപാടി കഴിഞ്ഞു കേട്ടോ ഷാനുണ്ട് ഇസ്ലാമുണ്ട് വാച്ചി ഇവിടെ ഉണ്ട് വാച്ചി വന്നു വാച്ചി വാച്ചി എന്നെ കണ്ടുപിടിക്കട്ടോ അതാ വാച്ചി അതാണ് വാച്ചി വാച്ചിയുണ്ട് ഞാൻ പഴയ പ്ലഗ് അവസ്ഥയാട്ടോ അടിയില്ല പ്ലഗ് 4 മാറി കേട്ടോ കഴിച്ചിട്ട് അത് ഫാനിൽ വന്നിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വിട്ടാണ് പ്ലഗ് 4 മാറി MG ക്കാണ് കേട്ടോ മാറിയത് 4 mid pipe guys, mid pipe, stainless steel. കയറ്റി വിട് അതൊന്ന് താത്തിട്ട് നോക്കാൻ പറ്റില്ല എൻ്റെ എന്താത്തണം അങ്ങനെ അങ്ങനെ ബോൾട്ടിങ് കൊടുത്തിട്ടേ ഉള്ളൂ എല്ലാം ടൈറ്റ് ചെയ്തില്ല പക്ഷേ കേട്ടാ എനിക്ക് മറ്റേ ഒരു വർഷം കൂടെ വേണം അല്ലേ ഇങ്ങി വാ അരണേ 12 ആമ്പി അടപ്പണ്ട ഏകദേശം ബുഷും കൂടെ അവിടെ കറക്ഷൻ റെഡിയാക്കാണ്ട് കാരണം ഈ എക്സോസ്റ്റ് എടുത്തത് ബമ്പർ വെച്ച് നാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് ബാക്ക് ബമ്പർ തരണുണ്ട് അപ്പോൾ അത് കലക്ഷൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കിയാണ് അതിൻ്റെ ഉള്ളിൽ ഷിബി വന്ന് ഗായ്സ്
അതിനെന്തെങ്കിലും ചെലവ് അത് അതിന്റെ ചെറവ് കൊണ്ട് ചിടിച്ചാൽ കൊക്കിന് വല്ലതും പറ്റിയോ? വനവകുപ്പിൽ നിന്ന് കോള് വന്നിട്ടുണ്ട്. കൊക്കിന്റെ 7 തോല് കാണാനില്ലെന്ന്. എക്സോസിന് വർക്ക് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കലച്ചേട്ടാ ബാൽ ഓണാക്കിയാ ഓക്കെ കാലോട് വന്നാ സ്ട്രൈറ്റിങ് സ്ട്രൈറ്റ് ഇല്ലടാ, മറ്റേ വെളിയിൽ നിന്ന് കേട്ടതിന്റെ ഒരു ഇത് അകത്ത് കയറുമ്പോ ഇല്ല. അത് മറ്റേ എല്ലാ എക്സോസ്റ്റിലും ഉള്ളതാണ്. മറ്റേ എന്തുകൊണ്ടോ അടിപൊളി.
കാഴ്ച വണ്ടിയിൽ വർക്ക് കഴിഞ്ഞു. ഇതിൻ്റെ ഫുൾ സിസ്റ്റമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക്കിൻ്റെ സ്റ്റെയിൻലെസ് ഫുൾ സിസ്റ്റമാണ് വെച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ ബോർലർ എൻകാനും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോർലർ എൻകാൻ വെച്ചതിൻ്റെ ഒരു ചെറിയ കുടുക്കുണ്ടായിരുന്നു, അത് കണക്ഷൻ ക്ലിയർ ചെയ്ത് വണ്ടി വർക്ക് മൊത്തം കഴിഞ്ഞു. ജസ്റ്റ് ഇന്നൊരു നോർമൽ ചെറിയൊരു വ്ളോഗായിട്ട് ഇടാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴാണ് ഇവൻ വിളിച്ചിട്ട് എക്സോസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ വർക്ക് എടുത്തതും ഈ വീഡിയോ ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്. നോക്കി പോണേ.